സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആത്മാവേ പരന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ വൃത്തി ഇന്നു നീ നിറയ്ക്കണേ. ഈശോയുടെ ദിവ്യമായ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തുന്നു, നമ്മളെ യുദ്ധസന്നദ്ധരാക്കുന്നു. ഈ ഭൂമിയിൽ വിശ്വാസി ഒരു പോരാട്ടത്തിലാണ്. നമ്മൾ ഓരോരുത്തരും സമരസഭയിലായിരിക്കുമ്പോൾ നമ്മളൊരു യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫൻസീവും ഒഫൻസീവും ഉണ്ട് എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ അതേക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക. എഫേസ്യസ് 6 പറയുന്നുണ്ടല്ലോ, ആത്മാവിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ 2-3 കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. പരിചയം നമ്മുടെ ഡിഫൻസീവാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്ക് മുറിവേക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് പരിചയം ധരിക്കുന്നത്. ഇപ്പൊ വിശ്വാസമാണ് നമ്മുടെ പരിചയം. എന്തെല്ലാം ആക്രമണം ഉണ്ടായാലും നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കും. നമ്മുടെ കയ്യിലെ പരിചയം, നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കാൽവരിയിൽ പരിഹാര ബലിയായി നമ്മുടെ പാപങ്ങളും രോഗങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ യേശു മുൻകൂട്ടി നമുക്ക് പകരമായി അത് പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത, ഉറപ്പ് എപ്പോഴും ഒരു പടയാളിയുടെ കയ്യിൽ ഒരു പരിചയം ഉണ്ടായിരിക്കുന്നത്. യുദ്ധത്തിന് പോകുമ്പോൾ പരിചയമില്ലാതെ ആരും യുദ്ധത്തിന് പോകില്ല. പണ്ടത്തെ രീതിയാണ്. ഇപ്പോൾ ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് എന്നല്ല ഹെൽമറ്റ് എന്നൊക്കെ പല രീതിയിൽ പറയാം, സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പരിചയം. വീണ്ടും നമ്മൾ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കാം. രക്ഷയുടെ പടത്തുപയോഗം പറഞ്ഞത് ഹെൽമറ്റ്, അതായത് ഡിഫൻസീവാണ്. എന്നാൽ ഒഫൻസീവാണ് അടുത്ത ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുന്നത്. വാളെന്തിനാ കയ്യിലിരിക്കുന്നത്? അത് തിരിച്ചു വെട്ടാനാണ്. നമ്മളെ ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ യുദ്ധം ആരോടും വഴക്കുണ്ടാക്കണമെന്നല്ല, സാത്താനോട് നമ്മൾ വഴക്കുണ്ടാക്കിയേ പറ്റൂ. മനുഷ്യരോട് നമ്മൾ വഴക്കുണ്ടാക്കരുത്, എന്നാൽ സാത്താനോട് വഴക്കുണ്ടാക്കിയേ പറ്റൂ. നമ്മൾ മനുഷ്യനെ വെറുക്കരുത്, അത് സാത്താനെ വെറുത്തേ പറ്റൂ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, എന്നാൽ സാത്താനെ വെറുത്തേ പറ്റൂ. ഈ ഒരു മേഖലയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം നമ്മൾ നല്ല മനുഷ്യരാണ്, ശാന്തരായിട്ടിരിക്കണം. പക്ഷേ നമ്മൾ തിന്മയോട് പോരാടാനുള്ള പിശാചിനോടുള്ള ഒരു എതിർപ്പ്, പരിശുദ്ധ കന്യാമൂർത്തി അതിൽ പറഞ്ഞത് സൈന്യനിര, സാത്താന്റെ ശത്രു എന്നൊക്കെ പറയുന്ന, നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് മനുഷ്യരായിട്ട് ആരും ശത്രു ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഉണ്ടായിരിക്കാൻ പാടില്ല. ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അവരോട് വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ ശത്രുതയോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അടിമയാണ്, പിശാചിന്റെ അടിമത്തെ കിടക്കുകയാണ്. തീർച്ചയായും, അത് സംശയമില്ല. ഇപ്പൊ നമ്മൾ സാത്താനോട് മാത്രം ശത്രു, ഒരു മനുഷ്യനോട് ഈ ഭൂമിയിൽ, അതായിരുന്നു യേശുക്രിസ്തു. അതിനുവേണ്ടി പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്ന, അല്ലെങ്കിൽ പൂർണ്ണ മനുഷ്യനായിരുന്നിട്ടും യേശു നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് യാക്കോബിലെ പറഞ്ഞത്. അവൻ നമ്മെപ്പോലെ, അല്ലെ ഏലിയായെ കുറിച്ച് ചിലപ്പോൾ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു, നമ്മളെപ്പോലെ. പക്ഷെ നമ്മൾ ഒരു പച്ച മനുഷ്യരാണ്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ പോരാട്ടം എന്തിനോടായിരുന്നു? മനുഷ്യരോടായിരുന്നില്ല. മനുഷ്യരായിരുന്നു യേശുവിനെ പലപ്പോഴും ആക്രമിച്ചത്. പക്ഷെ യേശു കണ്ടത് മനുഷ്യരെയല്ല, മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികളാണ് യേശു കണ്ടത്. നിങ്ങൾ ചിന്തിച്ചു, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും പിശാചിന്റെ മേലെ അധികാരം, അതാണ് സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത്, ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടത്. നമ്മളെ എന്താ സാത്താൻ നേരെ നമ്മളെ വഞ്ചിച്ചത്? അതായത് സാത്താൻ നമ്മുടെ കൂട്ടുകാരനാണ്, കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് പാപമൊക്കെ ചെയ്യിച്ച് എല്ലാ ദിവസവും നമ്മളെ അടിമകളായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അനേകം മനുഷ്യരെ നമ്മളുടെ ശത്രുക്കളാക്കി സാത്താൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഇന്നലത്തേക്കാൾ കൂടുതലായിട്ട് ഇന്ന് ഒരാളോടെങ്കിലും നമ്മുടെ ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കും. നമ്മളെങ്ങനെയാണ് തിരിച്ചു പ്രതികരിക്കേണ്ടത്? ഒരാളോടെങ്കിലും കൂടുതലായിട്ട് ഇന്ന് ക്ഷമിക്കുവാൻ, ഇന്നലെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരാളോടെങ്കിലും ഇന്ന് ക്ഷമിക്കുവാനുള്ള നമ്മളുടെ ആ കഴിവ്, അവിടെയാണ് നമ്മുടെ പോരാട്ടം, അവിടെയാണ് നമ്മുടെ വിജയമെന്ന് പറയുക. നമ്മളിത് അറിയണം. പറയുള്ളവർ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ശാന്തമായ നല്ല മനുഷ്യനാണ്.
അതേസമയം നമ്മൾ തിന്മയോട് പോരാടുന്നവരായിരിക്കണം. ഒരു പോരാട്ടം, ഒരു വിശ്വാസിയുടെ പോരാട്ടം എന്ന് പറയുന്ന ആ മേഖലയാണ്. നമ്മളത് ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഈ ഭൂമിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരാണ്, ആർക്കും ഒരു ഉപദ്രവമൊന്നുമില്ല, കുഴപ്പമില്ല. പക്ഷേ അതേസമയം നമ്മൾ തിന്മയെ എതിർക്കുന്ന പറയും പരിശുദ്ധ അമ്മയെ തന്നെയാണ് കാണേണ്ടത്. സാത്താന്റെ ശത്രു സൈന്യനിര എന്നൊക്കെയാണ്. നമ്മളത് മനസ്സിൽ ഉറപ്പിക്കണം. നമ്മൾ തിന്മയോട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും ശത്രുവായി കരുതരുത്, എന്നാൽ സാത്താനെ ശത്രുവായി നമ്മൾ കരുതണം. പത്രോസ്ലീഹ അതേക്കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം. യാക്കോബ് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ. യാക്കോബിന്റെ ലേഖനം പലപ്പോഴും ചിന്ത യാക്കോബ് 4:6 അധ്യായത്തിൽ ഇങ്ങനെ 4 അധ്യായം 6 വചനം ഇങ്ങനെ പറയണം: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ. നല്ല എളിമയൊക്കെ വേണം. പക്ഷെ അടുത്ത വചനം പറയാണ്, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. നമ്മൾ പലപ്പോഴും നല്ല മനുഷ്യരാണ്, ദൈവത്തിന് വിധേയരാണ്. പക്ഷെ പിശാചിനെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ നല്ല മനുഷ്യനാണ്, വളരെ എളിമയുണ്ട്, ആരോടും അല്ലേ, നമ്മളെല്ലാവരോടും നന്മ ചെയ്യാൻ ആഗ്രഹിക്കും. പക്ഷേ പിശാചിനോട് മാത്രം എതിർത്ത് നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ അവൻ്റെ കൂടെ പോവുകയാണ്. സാത്താന്റെ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് അവന് അടിമയായി നമ്മൾ പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ പരാജയം. അപ്പോൾ അവൻ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തിന് വിധേയരാകണം, അതേസമയം പിശാചിനോട് എതിർത്തു നിൽക്കണം. ദൈവവചനത്തിന്റെ വാൾ അല്ലെ, വിശ്വാസത്തിന്റെ പരിചയം വേണം. രക്ഷയുടെ പടത്തൊപ്പി അണിയണം. തലച്ചോറിൽ, ചിന്തയിൽ, ബുദ്ധിയിൽ എപ്പോഴും യേശുക്രിസ്തു നൽകിയ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം അല്ലെ, അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, എന്നെ സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവം എന്നൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അതേസമയം പാപം ചെയ്യുകയില്ല, സാത്താനെ എതിർത്തുകൊണ്ട്. അതെങ്ങനെയാണ് ഇനി മനസ്സിലാക്കണം? അത് കരബലത്താലല്ല. സാത്താനെ എതിർക്കുന്നത് കരബലത്താലല്ല, സൈന്യബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ആത്മാവിനോടുകൂടെ ദൈവം, അതാണ് ദൈവത്തിന് വിധേയപ്പെട്ട് നിൽക്കാൻ യാക്കോബ് പറഞ്ഞതിൻ്റെ കാര്യം. ദൈവത്തിന് വിധേയപ്പെടുമ്പോൾ ദൈവം എൻ്റെ ആത്മാവിൽ വസിക്കും. ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവ വചനം പാലിക്കുക എന്നാണ്. ഈശോ വളരെ വ്യക്തമായ യോഹന്നാൻ 14 പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ വചനം പാലിക്കുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾ പിതാവും പുത്രനും നിങ്ങളിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 15:7 എപ്പോഴും ചിന്തിക്കുന്ന ഒരു വചനമാണ്. യോഹന്നാൻ 15:7 എൻ്റെ വാക്കുകൾ, എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. ഇനിയും ശരിക്കും ഒരു ഒഫൻസീവായിട്ട് ഉള്ളൊരു മേഖലയാണ് സാത്താനോട് എതിർത്ത് നിൽക്കാനായിട്ട്. റോമർ 16:19 നമ്മൾ പലപ്പോഴും ചിന്തിച്ചൊരു വചനമുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവര്. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവചനം ആണ് നല്ല കാര്യം, അതൊന്നുമല്ല. ലോകത്തിൽ പല നല്ല കാര്യങ്ങളുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ കാര്യമാണ്, ദൈവത്തിൻ്റെ വചനമാണ് ഏറ്റവും നല്ല കാര്യം. അവിടെ റോമർ 16:19 നമ്മൾ അനുസരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവർ. ഇപ്പോൾ ഈ പറഞ്ഞു, നമ്മൾ ഈ ദൈവവചനമാണ് നല്ല കാര്യം. അതിനകത്ത് നമുക്ക് ദൈവവചനം, അത് വാളാണ് കയ്യിൽ അല്ലേ. ദൈവവചനമാണ് സാത്താനോട് എതിരാനുള്ള വാള് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഏറ്റവും നല്ല വാള്, മൂർച്ചയുള്ളതായിരിക്കണം കയ്യിലുള്ള വാള്. ദൈവവചനം നല്ല ബോധ്യമുണ്ടായിരിക്കണം, ഉറപ്പുണ്ടായിരിക്കണം അല്ലെ. നല്ല ലക്ഷ്യത്തിൽ അല്ലെ. നമ്മളിവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പട്ടാളത്തൊക്കെ എന്താ പറയുക, ഷൂട്ടിംഗ് റേഞ്ച് എന്നൊക്കെ പറയും. കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിശീലനം അവർക്കുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവവചനം നമ്മൾ എപ്പോഴാണ്, എന്തിനാണ്, എവിടെയാണ് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത്, ഷാർപ്പായിട്ട് അല്ലെങ്കിൽ ശരിക്കും പിൻ പോയിന്റായിട്ട് എന്ത് വചനമാണ് ഈ മേഖലയിൽ, ഇപ്പോൾ എന്താണ് ദൈവവചനമാണ് എന്നോട് പറയുന്ന ഈ മേഖലയിൽ എന്നുള്ള ഒരു നല്ല അറിവ്, ബോധ്യം ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ച് പലപ്പോഴും ദൈവവചനം നമ്മൾ വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും ദൈവവചനത്താൽ നിറഞ്ഞവരുമായിരിക്കണം. ശരിക്കും ഞാൻ പറഞ്ഞത്, മീൻ എങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത് അതുപോലെ ദൈവവചനത്താൽ നമ്മൾ ആവരണം ചെയ്യിക്കണം. വെള്ളത്തിലാണ് മീൻ ജീവിക്കാൻ പറ്റുള്ളൂ. ദൈവവചനത്തിലായിരിക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട് നമ്മുടെ ആത്മാവിന് ജീവനുള്ളൂ. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കണം.
പറയുമ്പോൾ സാത്താന് അടിമയായിരിക്കരുത്. ഒരു മാലിന്യം, ഒരു തിന്മയും ഒരു ദുസ്വഭാവവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കരുത്. ഉണ്ടെങ്കിൽ അതിനെ എത്രയും വേഗം നമ്മൾ പുറത്താക്കുവാനായിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പരിശ്രമിക്കണം. ഇവിടെ പറയാണ്, നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം വേശാത്തവരുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം, റോമർ 16:20, സമാധാനത്തിന്റെ ദൈവം. അത് വലിയ കാര്യമാണ്. സമാധാനം എന്നുള്ള ചിന്തിച്ചാണ് എല്ലാവരോടും സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. എബ്രായർ 12 നമ്മൾ 12 വചനങ്ങൾ ചിന്തിച്ചാണ്. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച. മനുഷ്യരാരും നമ്മുടെ ശത്രുക്കൾ അല്ല. ഒരു മനുഷ്യനും എൻ്റെ ശത്രുവല്ല. എൻ്റെ ശത്രു സാത്താനാണ്. അപ്പോൾ മനുഷ്യരോട് ഞാൻ സമാധാനത്തിലായിരിക്കണം. വിശുദ്ധ കുർബാനയുടെ ഇടയിൽ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടോ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ, അല്ലെ ഏതെങ്കിലും മനുഷ്യരുമായിട്ട് എനിക്ക് സമാധാനക്കേടുണ്ടോ? നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ അമ്മായിപ്പനോടോ അമ്മായിമ്മയോടോ നാത്തൂനോടോ മക്കളോടോ അങ്ങനെ സാധാരണ അങ്ങനെ വരുന്നത് അല്ലേ? നമുക്ക് ആഫ്രിക്കയിലുള്ളവരോടോ റഷ്യയിലുള്ളവരോടോ ഒന്നും ശത്രുത ഉണ്ടാകാൻ സാധ്യതയില്ല. ചൈനയിലോ ഒക്കെ ഉള്ളവരോടൊന്നും ശത്രുത ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾ കാണും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ആരോടാണ്? നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ജീവിത പങ്കാളിയോടായിരിക്കാം. ഇല്ല, അവർ പറഞ്ഞതും ചെയ്യുന്നതും ഇപ്പോഴും ചില കാര്യങ്ങൾ അവരെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ശത്രുത. അവർ ശരിയല്ല, അവർ ശരിയാകത്തില്ല, ശരിയാകുന്നില്ല, അവരെന്നെ മനസ്സിലാക്കുന്നില്ല, അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്നെ അനുസരിക്കുന്നില്ല, അവൾ സ്വന്തം ഇഷ്ടത്തിന് അവൻ സ്വന്തം ഇഷ്ടത്തിന് പോകുമെന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ സമാധാനമില്ല. അവിടെ നമ്മൾ സമാധാനം സ്ഥാപിക്കണം. അതായത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം കാൽവരി കുരിശിൽ എല്ലാം നേടിയെടുത്ത എല്ലാ യുദ്ധവും എല്ലാ വിജയവും യേശു നേടിയെടുത്തതാണ്. അപ്പം ഞാൻ സമാധാനത്തിലായിരിക്കണം എന്ന് പറയുമ്പോൾ ബി സ്റ്റിൽ, നോ ദാറ്റ് ഐ ആം ദി ലോർഡ്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന് പറയുമ്പോൾ യുദ്ധം യേശുക്രിസ്തു കാൽവരി കുരിശിൽ ഓൾറെഡി നമുക്ക് വേണ്ടി യുദ്ധം. ഞാൻ പറഞ്ഞു പിശാചിനോടുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് വരികയാണ്. അതായത് നമുക്ക് പിശാചിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് എന്താ? നമുക്ക് ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമുക്ക് തന്നെ ഈ ലോകത്തിൽ ഒരു തിന്മയോടും പോരാടി ജയിക്കാൻ പറ്റില്ല. സമാധാനം, അതാണ് സമാധാനം. അവൻ നമ്മുടെ സമാധാനമാണ്. ആരാ? പരിശുദ്ധാത്മാവ്, അല്ലെ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്. ക്രിസ്തു അവൻ നമ്മുടെ സമാധാനമാണെന്നാണ് പൗലോസ് പറയുന്നത്. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ, നാളെയല്ല ഇന്ന് തന്നെ, നിങ്ങൾ ഈ പറഞ്ഞതാണ് നല്ല കാര്യങ്ങൾ. റോമർ 16:19 നല്ല കാര്യങ്ങൾ എളിമയുള്ളവരായി അനുസരണയുള്ളവരായിരിക്കണം ദൈവവചനത്തിന്. 2, ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ നമ്മുടെ ശത്രുവാകാൻ പാടില്ല. സാത്താനാണ് നമ്മളെ കൊണ്ട് വചനം തെറ്റിക്കുന്നവനാണ് നമ്മളുടെ ശത്രു എന്ന് നമ്മുടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ പിശാചാണ് അവരിലൂടെ പ്രവർത്തിച്ചത്, അവരല്ല, അവർ പോലും. അതാണ് ഈശോ പറഞ്ഞു, പിതാവേ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ഈ ഒരു അറിവ് നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മൾ പറഞ്ഞ് പലപ്പോഴും ഏതെങ്കിലും മനുഷ്യരിലെത്തും. അവരാണ് ഈ പ്രശ്നം, അവർ തന്നെയാണ് ഈ പ്രശ്നം. ഞാൻ പറയും അവരല്ലാണ് ഈശോ. പിതാവേ അവരല്ലത്, അപ്പൊ അവരല്ല ആത്മീയ ജ്ഞാനം. പിതാവേ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. സാത്താൻ അവരെ അങ്ങനെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരിലൂടെ പ്രവർത്തിക്കുകയാണ്. അവരിലൂടെ സാത്താൻ സംസാരിക്കുകയാണ് ഇപ്പോൾ. അവരിലൂടെ സാത്താൻ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. അവരെന്താണ് ചെയ്യുന്നത് അവരറിയുന്നില്ല. അവരോട് ക്ഷമിക്കണമേ. അവരുമായി ഞാൻ രമ്യതയിലാകാണ്, അനുരഞ്ജനത്തിലാവുകയാണ്. അവരുമായി ഞാൻ സമാധാനത്തിലാവുകയാണ്. ഇത് അവരല്ല, സാത്താനാണ് അവരിലൂടെ പ്രവർത്തിച്ചത്. അവരത് അറിഞ്ഞിട്ട് പോലുമില്ല. സാത്താന്റെ അടിമത്തിൽ അവരെ ഇട്ടുകൊണ്ട് ഈ ഒരു അറിവ്, ജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനമാണ് നമ്മളിൽ ഉള്ളിലുണ്ടായി. ഇതാണ് നല്ല കാര്യങ്ങളിലുള്ള അറിവ്. വീണ്ടും തിന്മയുടെ മാലിന്യം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനുമായി ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവചനം പാലിക്കുന്നവരും ഒരു മനുഷ്യനുമായി ശത്രുതയില്ലാത്തവരുമായിരിക്കണം. എങ്കിൽ ഉടൻ തന്നെ റോമർ 16:20 എങ്കിൽ ഉടൻ തന്നെ സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മൾ എക്സോർസിസം എന്ന് പറയുന്നില്ല, സെൽഫ് എക്സോർസിസം.
നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടാരൂപിയെ എതിർക്കാനും അതിനെ കീഴ്പ്പെടുത്താനും അതിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുവാനുമുള്ള ഒരു അധികാരം ദൈവം പരിശുദ്ധാത്മാവിലൂടെ മാമോദീസായിലൂടെ തിരുസഭയിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. നാം അത് അറിയണം. അറിയാതെ പോകുന്നതാണ് പ്രശ്നം. നമ്മൾ വിചാരിക്കും ഞാൻ അവിടെ ഇവിടെ എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു വേണം. ഇല്ല, നമുക്കുള്ള കുഴപ്പം അതാണ്. നമുക്കറിയില്ല നമ്മളിലുള്ള ശക്തി ഇല്ല, നമ്മളിൽ പ്രവർത്തിക്കുന്ന അപരിമേയമായ ദൈവിക ശക്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ 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 ശക്തി പ്രാപിക്കും. എന്തിനാ? നമ്മളെ ആക്രമിക്കുന്ന തിന്മയുടെ മേൽ ചവിട്ടി നിൽക്കാൻ. പരിശുദ്ധ അമ്മ ഒരു പാമ്പിന്റെ മേൽ ചവിട്ടി നിൽക്കുന്ന ചിത്രം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്താ അത്? പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു മനുഷ്യവർഗം മുഴുവനും വേണ്ടി പിശാചിന്റെ തലയെ ചവിട്ടി നിന്നു. പരിശുദ്ധ അമ്മ അതിനുള്ള വഴി തന്നിലൂടെ തൻ്റെ പുത്രൻ ദൈവപുത്രൻ ജനിക്കാനായി പരിശുദ്ധ അമ്മ വിശുദ്ധിയിൽ സാത്താന്റെ തലയിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജന്മഭാവം ഇല്ലാത്തവളായി ജനിക്കുകയും അതുപോലെ ആയുഷ്കാലം മുഴുവൻ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ജീവിക്കുകയും ചെയ്തു. സാത്താന്റെ തലയിൽ ചവിട്ടി നിന്നാണ്. അല്ലെ മനുഷ്യനെ പാപം ചെയ്യിച്ച പഴയ നിയമത്തിലെ അല്ലെങ്കിൽ നമ്മൾ ഏദൻ തോട്ടത്തിൽ കാണുന്ന ആ പാമ്പുണ്ടല്ലോ, ഹവ്വായെ വഞ്ചിച്ച് കുരുക്കിലാക്കിയ, ഹവ്വായെ കൊണ്ട് പാപം ചെയ്യിച്ച ആ പാമ്പുണ്ടല്ലോ, ആ സാത്താൻ പുരാതന സർപ്പം, പരിശുദ്ധ അമ്മ ചെയ്ത് ആദ്യം അതിന്റെ തലയിൽ അങ്ങോട്ട് ചവിട്ടി അതിനെ അമ്മയുടെ പാദങ്ങളുടെ കീഴിലാക്കി. ഇത് നമുക്ക് ആവശ്യമാണ്. സാത്താന്റെ സകല തേളുകളുടെയും പാമ്പുകളുടെയും മീതെ കൂടി ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അവയൊന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ആമേൻ. ലൂക്കാ 10:19 ഈശോ പറഞ്ഞ വാക്ക്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൈവവചനം പാലിക്കുമാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ അറിയണം. നമ്മളറിയാതെ സാത്താൻ നമ്മളെ വഞ്ചിച്ച് ഭയവും ഉത്കണ്ഠയും നിരാശയും കുറ്റബോധവും ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, നമ്മളെ അടിമത്തിലേക്ക് ഇട്ടിരിക്കുന്ന, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, ദുഷ്ടാരൂപിയുടെ ആത്മാവിനെയല്ല, മറിച്ച് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന്റെ ദൈവമക്കളാക്കി നമ്മളെ മാറ്റുന്ന, പുത്രന്മാരും പുത്രിമാരുമായി നമ്മളെ ദൈവം സ്വീകരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ തന്നെയാണ് അവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് സമർപ്പിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കഴിഞ്ഞ തലമുറയിൽ ഇതറിയാതെ മരിച്ചുപോയവരുണ്ട്. നമ്മളും ഇന്ന് അതുപോലെ, അതേ അല്ലേ, ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അതിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ട് അതുപോലെ വന്നിരിക്കുകയാണ്. യേശുവിനെ അറിയാതെ നമ്മളെങ്കിലും ക്രിസ്തുവിനെ അറിയണം, അവൻ്റെ സ്വരം കേൾക്കണം. നമ്മളെ ക്രിസ്തുവിനെ അറിയുകയാണെങ്കിൽ, നമ്മളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് നമ്മളിലൂടെ ഒരു തിന്മയും കടന്നു പോകില്ല. നിന്റെ ഉള്ളിലുള്ളവൻ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെച്ച് തന്നെ അത് ക്രിസ്തുവിലേക്ക് ഏറ്റെടുക്കപ്പെടും. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ 24/7 അല്ലെ ആയുധങ്ങളൊക്കെ ധരിക്കാന്നൊക്കെ പറയും. ഒറ്റ വാക്കിൽ പറഞ്ഞ ഞാൻ പറയും, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും ഉണ്ടായിരിക്കണം. 24/7 365 days. അത് സാധിക്കുമോ? സാധിക്കും. കാരണം ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവമാണ് നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ഓരോ മേഖലയിലും നാം വ്യാപരിച്ചാൽ മാത്രം മതി. ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നാം വ്യാപരിച്ചാൽ മതി. വേറൊന്നും വേണ്ട, അല്ലേ? ദൈവത്തെ കൊണ്ടുവരാൻ ഞാൻ ആകാശത്തിലേക്ക് കയറണമോ? ഞാനിനി പാതാളത്തിലേക്ക് ഇറങ്ങണമോ? വേണ്ട. റോമർ 10 പറഞ്ഞത് ദൈവവചനം, അത് ദൈവവചനമായി, ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനായി, ദൈവവചനം ഈ ഭൂമിയിൽ ദൈവം വചനമായി ആ നിന്റെ ആത്മാവിൽ, നിന്റെ ഹൃദയത്തിലുണ്ട്, നിന്റെ അധരത്തിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഭൂമിയിലേക്ക് വന്നവനാണ് ഞാൻ. പാതാളത്തിന്റെ അടിയിലേക്ക് ഇറങ്ങണമോ? വേണ്ട. ദൈവവചനം, ക്രിസ്തു എൻ്റെ ആത്മാവിലുണ്ട്, ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ചിന്തിച്ചാൽ എൻ്റെ ഉള്ളിലാണ്, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. ഒടുവിൽ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരന്റെ വാസം. എൻ്റെ ആത്മാവിൽ വസിക്കുന്ന ദൈവത്തെ ഞാൻ അംഗീകരിക്കണം, തിരിച്ചറിയണം. നമ്മൾ അതിനെ ഓരോ ദിവസവും, എൻ്റെ കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ്, നിന്നോടുകൂടെ ഇന്ന് ഞാൻ നിന്നോടുകൂടെ വസിക്കുകയാണ്. നമ്മുടെ ദൈവം ഇതാ നമ്മോട് കൂടെ
നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ അല്ലേ, നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിലായിരിക്കുമ്പോഴും നമ്മുടെ വ്യക്തി ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഈ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, വിട്ടുപോകുന്നത്. കാരണം ദൈവം സ്ഥാപിച്ചതാണ് എല്ലാം. ഒരു ദൈവവചനം അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ദൈവം 24/7 365 days നമ്മുടെ ഉള്ളിലുണ്ട്, ഉണ്ടായിരിക്കണം. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കണം പ്രിയമുള്ളവരെ. അതാണ് പിശാചിനെ ഉടൻ തന്നെ നിങ്ങളുടെ കാൽ കീഴിലാക്കി നമ്മളെ ആക്രമിക്കുന്ന ദുഷ്ടാരൂപിയുടെ തലയിൽ ചവിട്ടി നിൽക്കാൻ പരിശുദ്ധ അമ്മ നിന്നതുപോലെ, വിശുദ്ധർ നിന്നതുപോലെ. ഇതാണ് നമുക്കൊരു വിശ്വാസിയുടെ വീണ്ടും ലൂക്ക 10:19 പറഞ്ഞ വചനം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയിലെ സുവിശേഷം ഒന്നാമത്തെ വായന ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ദൈവം നമ്മളെ നയിക്കുന്ന, ഇസ്രായേലിനെ നയിച്ചൊരു ദൈവത്തെക്കുറിച്ചാണ്, കൈപിടിച്ച് നടത്തിയ ദൈവം. ഹോസിയ 11 ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അബ്രാഹം ശിശു എന്ന അബ്രാഹത്തിലാണ് ക്രിസ്തു തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. അബ്രാഹമാണ് ദൈവത്തിൽ വിശ്വസിച്ചത്. അബ്രാഹത്തിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകനായ യൂദായുടെ, അല്ലെങ്കിൽ യാക്കോബിന്റെ 12 ഗോത്രം, ദൈവജനം, അവരെ ദൈവം നയിക്കുന്നത്, അവരെ ദൈവം നയിച്ചൊരു കാര്യമാണ്. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് മോശയെ കൊണ്ടല്ല, ഈജിപ്തില് 440 വർഷം ഈജിപ്തില് ഫറവോയുടെ അടിമത്തത്തിലായിരുന്നു ഇസ്രായേൽ ജനം, ദൈവജനം. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഇത് നമ്മൾ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശു എന്തിനാണ് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നത്? കാരണം അവൻ നമ്മുടെ എല്ലാ വഴികളെയും കടന്നു പോകും. നമ്മുടെ വഴികളിൽ ഈ ഇസ്രായേൽ ജനം 440 വർഷം ഈജിപ്തിൽ അടിമകളായിരുന്നു. അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക എന്ന് ദൂതനിലൂടെ യോസേപ്പിതാവിനോട് പറഞ്ഞത്. വേറൊന്നിനു വേണ്ടിയല്ല. ഈജിപ്ത് ദേശം നമ്മൾ കടന്നുപോയ വഴികളിൽ നമ്മളെ പിന്തുടരുന്നൊരു ദൈവമാണ്. നമ്മുടെ കടന്നുപോയ വഴികളിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണ്. ഈജിപ്തിലൂടെ 440 വർഷം കടന്നുപോയ ആ ദേശത്തിലൂടെ യേശു കടന്നു പോവുകയാണ്. രക്ഷാകരമായ തന്റെ ദൗത്യ പൂർത്തീകരണത്തിനായി ആരംഭിച്ചപ്പോൾ അവൻ ഈജിപ്തിൽ ഞാൻ അവനെ എൻ്റെ മകനെ വിളിച്ചു. എന്താ ഇസ്രായേൽ ജനത്തെ വിളിച്ചു. അത് യേശുവിനെയും ഈജിപ്തിലൂടെ കടന്നുപോയ യേശുവിനെ അവിടെ പറയുന്നുണ്ടല്ലോ, ആ വചനമാണ് പൂർത്തീകരിക്കപ്പെട്ട യേശുവിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയപ്പെടുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ദൈവജനം ഇപ്പോൾ പഴയ നിയമ ജനത എപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു. ഞാൻ അവരെ അടുക്കിലേക്ക് വിളിക്കുന്തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ലോകമോഹങ്ങളും പാപങ്ങളും ജഡിക പാപങ്ങളും പണവും പ്രതാപവും സൗന്ദര്യവും ശരീരത്തിന്റെ സൗന്ദര്യവും ലോകമോഹങ്ങളും ഒക്കെ മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ട് ദൈവത്തെക്കാൾ ഉപരിയായി ഒന്നാമത്തെ കൽപ്പനയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയം. ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്, അല്ലേ? നമ്മളെല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പലപ്പോഴും സങ്കീർത്തനം 108 നമ്മൾ വായിക്കാറുണ്ടല്ലോ. എന്താ നമ്മളാണ് ആദത്തിന് പ്രപഞ്ചം കൊടുത്തെങ്കിൽ ഇന്ന് ജീവജാലങ്ങളും പക്ഷികളും ഒക്കെ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. കോഴി അതിരാവിലെ എഴുന്നേറ്റ് കൂവും. നമ്മൾ കോഴിയുടെ കൂവ് കേട്ടോ എഴുന്നേക്കുന്നു നമ്മൾ, അല്ലേ? പക്ഷികളൊക്കെ മനോഹരമായ എത്ര അതിരാവിലെ എഴുന്നേറ്റ് പാടുന്നുണ്ട്. പക്ഷെ നമ്മളായിരുന്നു ആദ്യം എഴുന്നേക്കേണ്ടത്. കോഴി കൂവുന്നതിന് മുമ്പ് ഇതൊന്നും നടക്കില്ല. ആർക്കും ഇതൊക്കെ ജോലിയൊക്കെ ക്ഷീണിച്ച് തളർന്ന് കിടക്കണം. അലാറം അടിച്ചാൽ പോലും എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും ബ്രദർ പറയും അതിരാവിലെ എഴുന്നേക്കണമെന്ന്. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിന് മേലെ നമ്മൾ അധികാരത്തോടെ എഴുന്നേക്കണം, ഉണർന്ന് എഴുന്നേക്കണം. എന്താ സംഗീതം 108 ഈ നമ്മൾ താമസ ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിരാവിലെ 6 മണിക്ക് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുമായിരുന്നു. അതിരാവിലെ ചിലപ്പോൾ വൈകിട്ട് ലേറ്റായിട്ടൊക്കെ ആയിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് കിട്ടും. പക്ഷെ അതിരാവിലെ എഴുന്നേറ്റ് എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ നമ്മൾ പരിശീലനം എന്താ? അവിടെ എന്താ? സംഗീതം 108 എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഇതിനാ യുദ്ധത്തിന് വേണ്ടിയിട്ട്, സാത്താനുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട്. ഞാൻ ദൈവമേ അങ്ങയെ പാടിപ്പുകഴ്ത്തും. വീണ്ടും പറയുകയാണെങ്കിൽ 108:2 ഉദ്ദേശിച്ചത്. എൻ്റെ ആത്മാവെ ഉണരുക, വീണയും കിന്നറും ഉണരട്ടെ, ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. സൂര്യപ്രകാശം എൻ്റെ മുഖത്ത് വീഴുമ്പോൾ ഞാൻ ഉണരുകയല്ല, സൂര്യപ്രകാശമല്ല എന്നെ വിളിച്ചുണർത്തേണ്ടത്. ഈ വചനം നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇന്നൊരു രീതിയാണ്. രാത്രി 2 മണി 3 മണിക്ക് കിടന്നിട്ട് രാവിലെ 10 മണിക്കും 11 മണിക്കും 12 മണിക്ക് വന്ന് ഉച്ചയാകുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ ദിവസം മുഴുവൻ സാത്താൻ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു.
നമ്മളുടെ ആ ദിവസത്തെ പല കാര്യങ്ങളും സാത്താൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മൾ ആദത്തിൻ്റെ ജോലി എന്ന പ്രപഞ്ചത്തെ നമ്മൾ നോക്കാനുള്ളവരാണ് അല്ലേ? നമ്മളതിൻ്റെ സൂപ്പർവിഷൻ നടത്തേണ്ടവരാണ്. ജോലിയിൽ ആൾക്കാർ വരുന്നതിന് മുമ്പ് സൂപ്പർവൈസർ അവിടെ എത്തിയിരിക്കണം അല്ലേ? നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സൂപ്പർവൈസറായി നമ്മളെ അംബാസഡേഴ്സ് ഓഫ് ഗാഡ്സ് കിങ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഭാതത്തിൽ, ഇത് വളരെ പ്രധാനം. നമുക്കിന്ന് പല അടിമത്തമുള്ളതിൻ്റെ കാരണം ഇതാ. നമ്മളെ സാത്താൻ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ പലതിനും അടിമകളാക്കി നമ്മളെ മാറ്റിക്കഴിഞ്ഞു. കാരണം നമ്മളല്ല, സാത്താൻ എഴുന്നേറ്റ് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു നമ്മൾ ഉണരുന്നതിന് മുമ്പ് തന്നെ. ഇത് ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാനത് പറയാൻ കാര്യം, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ എൻ്റെ കുഞ്ഞാൽ ഓർക്കുന്നുണ്ട്. അമ്മ വീട്ടിൽ പോയപ്പോൾ അതിരാവിലെ ഞാൻ ഉണരുന്നത് വല്യപ്പൻ്റെയും വല്യമ്മയുടെയും പ്രഭാതത്തിലുള്ള സ്തോത്രഗീതം കേട്ടുകൊണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ വീട്ടിലല്ലേ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അതിരാവിലെ എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്നതിന് മുമ്പായി, രാവിലെ ട്യൂഷനൊക്കെ ഉണ്ട്, അതിനൊക്കെ മുമ്പായിട്ട് അതിരാവിലെ എഴുന്നേറ്റ് 5 മണിക്കൊക്കെ അല്ല 5:30 എഴുന്നേറ്റ് 6 മണിക്കൊക്കെ കുർബാനയ്ക്ക് പോകാൻ നടന്ന വല്യമ്മയുടെ കൂടെ പോയ ഒരു കാര്യം വളരെ എത്ര മനോഹരമായിരുന്നു. അതൊക്കെ ഞാൻ ഓർക്കുകയാണ്. നമ്മളത് പഠിപ്പിക്കണം. ഇന്നത് അവരിപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും ഈ സംഗീതത്തിന് 108 പറഞ്ഞു കൊടുക്കണം. എൻ്റെ ആത്മാവെ ഉണരുക, വീണയും കിണറും ഉണരട്ടെ, ഉഷസ്സിനെ അല്ലെങ്കിൽ പ്രഭാതത്തെ ഞാൻ വിളിച്ചുണർത്തും, സൂര്യൻ ഉദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കി നിൽക്കുകയായിരിക്കട്ടെ സൂര്യൻ ഉദിക്കുന്നത്, അല്ലെ എൻ്റെ പ്രഭാത കീർത്തനത്തിലൂടെ ആയിരിക്കട്ടെ. ഇപ്പം നടക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സൂര്യൻ ഉദിച്ചിട്ടുള്ളവരായിട്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഇതൊരു മേഖലയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലതിനും അടിമയായി പോയിരിക്കുന്നത്. ആ ദിവസം മുഴുവനും പലപ്പോഴും വേസ്റ്റായി പോയി. കാരണം എന്താ? സാത്താൻ പല കാര്യങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞു. എൻ്റെ ആത്മാവെ സംഗീതം 108:2 എൻ്റെ ആത്മാവെ ഉണരുക, വീണയും കിന്നരും ഉണരട്ടെ, ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. കർത്താവെ, ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും, ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രങ്ങൾ ആലപിക്കും. അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ്, അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യഹൃദയങ്ങളിലൂടെ സൃഷ്ടാവായ ദൈവം അന്ന് സൃഷ്ടിച്ചപ്പോൾ അരുളിച്ചെയ്ത വാക്കുകൾ ഇന്ന് ആ സൃഷ്ടാവായ ദൈവം എൻ്റെ ആത്മാവിൽ വസിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലോട് സംസാരിക്കുകയാണ്. വചനങ്ങളിലൂടെ, പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ, നിങ്ങളുടെ ഉള്ളിലൂടെ, നിങ്ങൾ എവിടെയായിരിക്കുന്ന ആ പ്രദേശത്തേക്ക് നിങ്ങളുടെ ഉള്ളിലൂടെ ദൈവവചനം അയക്കുകയാണ്. അതെ, ദൈവം അയച്ച വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചു. ദൈവം തന്റെ വചനത്തെ എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നുവെന്ന്. ആ ദൈവം അയച്ച വചനങ്ങൾ ഇന്ന് നമ്മളിലൂടെ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. അതെ, പണ്ടയച്ച വചനങ്ങൾ ഇപ്പോഴും നമ്മളിലൂടെ വീണ്ടും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. വചനമാകുന്ന വാള് സാത്താൻ ലോകത്തിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെ അതിജീവിക്കുന്ന ദൈവിക പ്രവൃത്തിയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ പ്രഭാതത്തിലെ ദൈവസ്തുതിപ്പും കരുണയുടെ പ്രാർത്ഥനയും ജപമാല പ്രാർത്ഥനയും ഒക്കെ വിശ്വാസ പ്രമാണമൊക്കെ ഏറ്റുകൊല്ലുന്നത് നമ്മൾ വചനമാകുന്ന വാള് ധരിക്കും. ഈ ദിവസം നന്മയായിരിക്കും, നമുക്ക് ഈ ദിവസം ശുഭമായിരിക്കും. കാരണം എന്താ? നമ്മൾ ദൈവവചനത്തിൽ ആ വചനം പാലിച്ചുകൊണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ സൂര്യനെ വിളിച്ചുണർത്തി, പ്രഭാതത്തെ ഉണർത്തി. കിളികളൊക്കെ പാടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാടിക്കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഈശോ നമ്മളെ ഇന്ന് അതുകൊണ്ട് ഈ ഹോസിയ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരിക. എബ്രാഹിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു, എന്നാൽ തങ്ങളുടെ സുഖപ്പെടുത്തത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയറ് പിടിച്ച്, കരുണയുടെ കയറ് പിടിച്ച് നമ്മൾ ഈ കന്നുകാലിയെ കെട്ടുമ്പോൾ ഇങ്ങനെ അയച്ചു കെട്ടാറുണ്ട് അല്ലെ? കുറുക്കി കെട്ടിയാലും തിന്നാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് കന്നുകാലിയെ കെട്ടുമ്പോൾ കുറേ അവിടെയെല്ലാം തിന്നോട്ടെന്ന് കയറ് നീട്ടി കെട്ടാറുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ കയറഴിച്ച് നമ്മൾ കൈക്കൊണ്ട് നടക്കാറുണ്ടല്ലേ, അയച്ചയച്ച് മുമ്പോട്ട് നടാറുണ്ട്. നമ്മൾ പാപം ചെയ്തപ്പോഴും ദൈവം നമ്മളെ ശിക്ഷിക്കാതെ നമ്മളെ വീണ്ടും കരുണയുടെ കയറ്, അല്ലെ അത് ദൈവം നമ്മോട് കരുണ കാണിച്ചുകൊണ്ട് നമ്മെ ശിക്ഷിക്കാതെ, ഈ ഭൂമിയിൽ നമ്മളുടെ അപകടമൊന്നും ജീവനൊന്നും നഷ്ടപ്പെടാതെ നമ്മളുടെ ജീവിതം അയച്ച് നമ്മളെ ദൈവം നടത്തിക്കൊണ്ടിരുന്നു. എന്താ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരികെ വരുമെന്ന് കരുതി കരുണയുടെ കയറ് പിടിച്ച് ഞാൻ അവരെ നയിച്ചു. സ്നേഹത്തിൻ്റെ കയർ തന്നെ ആണ് കരുണയും സ്നേഹവും. ദൈവം നമ്മോട് കരുണ കാണിച്ച് നമുക്ക് അപകടമൊന്നും, നമ്മൾ പാപത്തിൽ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ദൈവമേ
എന്റെ ദൈവമേ, എന്തെല്ലാം പാപം ചെയ്ത് കഴിഞ്ഞ നാളുകളിൽ, ഞാൻ ജീവിച്ച നാളുകളിൽ എന്റെ ജീവൻ പോകാതെ എന്നെ കരുണയും സ്നേഹവും കൊണ്ട് വഴി നടത്തിയ ദൈവമേ, ഞാൻ പാപിയായിരുന്നപ്പോൾ ഞാൻ പോലും അറിയാതിരുന്ന അങ്ങ് എന്നെ കരുണയുടെ സ്നേഹം കൊണ്ട് കൈപിടിച്ച് നടത്തിയ എന്റെ ദൈവമേ, ഈ ഒരു ചിന്ത പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ കയറ് തന്നെ ഞാൻ അവർക്ക് താടിയലിൽ നിന്ന് മുഖം അയച്ചു കൊടുക്കുന്നവനായി ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. നമ്മുടെ ആഹാരം മുടങ്ങിയില്ല. നാം ദൈവത്തെ അറിയാതെ പോയ നാളുകളിലും അവിടെ നമുക്ക് വേണ്ടതെല്ലാം നൽകി കരുണയുടെ ദൈവം. എന്തുകൊണ്ടത് 11:8 ഹോസിയ 11:8 എഫ്രായിം എന്ന് പറഞ്ഞാൽ എൻ്റെ ജനമേ, ദൈവജനമേ, എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ അതുമായ പോലെ ആക്കും? സെബോയിമിനോട് എന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എന്റെ ഉഗ്രകോപം നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന ശിക്ഷ നടപ്പാക്കാതെ കരുണ കാണിച്ച് എന്റെ ദൈവം അല്ല, വിശുദ്ധ പൗലോസിനാണ് ഈശോ വെളിപ്പെടുത്തിയ അവരെ എന്റെ കരുണക്കടലിലേക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞ ആ മേഖല. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം ആ കർത്താവിനെ. നമ്മളെ വഴി നടത്തിയൊരു ദൈവമുണ്ട്. എഫ്രായിമിനെ ഞാൻ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. അതെ, നിങ്ങളുടെ ഇടയിൽ, ഇന്ന് നമ്മുടെ ഇടയിൽ ദിവ്യകാരുണ്യമായി കുദാശിയായ ഒരു വ്യക്തിയായി ഉത്ഥാനം ചെയ്ത മരിച്ചുയർത്ത് ജീവിക്കുന്നവർ നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. പരിശുദ്ധൻ തന്നെ, ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. കർത്താവിൻ്റെ ഹോസിയ 11 അധ്യായത്തിലുള്ള വചനമാണ് നമ്മളോട് കരുണയും കാണിച്ചത്. ഈശോ പറയാണ്, ശിഷ്യന്മാരെ അയച്ചപ്പോൾ, ഇന്നലെ അപ്പസ്തലന്മാരെ തിരഞ്ഞെടുത്തു, അവരെ അയച്ചപ്പോൾ പറഞ്ഞാണ്, പോകുമ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളുടെ ആത്മാവിൽ വസിക്കാനായി തീരുമാനമെടുത്ത, അല്ലെ, കാൽവരിയിൽ നിങ്ങളുടെ സകല പാപങ്ങളെയും നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കരുണ കാണിച്ചുകൊണ്ട് നിങ്ങളെ പ്രതി വേദന, അടികളേറ്റ് മുറിവേറ്റ് നിങ്ങളുടെ പാപത്തിന് ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ വിശുദ്ധീകരിച്ച ദൈവം പറയുക, എല്ലാവരും വിളിച്ചു പറയുക, ദൈവരാജ്യം എന്താണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർത്തുകയും കുഷ്ഠരോഗികളെ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾ കിട്ടി ദാനമായി കൊടുക്കുവിൻ. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഒരു വചനോട് പറഞ്ഞ് നിർത്തുകയാണ്. നിങ്ങൾ, ഈശോ പറയാണ്, നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ മത്തായി 10:12 നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആ യോഗ്യതയുള്ളവർ ആരെന്ന് കണ്ട് വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കണമെന്ന് പറയുന്നില്ല. ഇന്ന് വിശുദ്ധ കുർബാന വിശുദ്ധർക്ക് നൽകപ്പെടുന്നു. അന്ന് ഈശോ പറയാണ്, നിങ്ങളൊരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ യോഗ്യതയുള്ളവരാരെന്ന് കണ്ട് അവരുടെ ഭവനത്തിൽ അവിടെ വസിക്കുവിൻ. ഇന്ന് ഈശോ നോക്കുക, നമ്മുടെ ഉള്ളിൽ ആ വിശുദ്ധി ഉണ്ടെങ്കിൽ, യോഗ്യത ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഭവനത്തിൽ ഈശോ ഒന്ന് വസിക്കാൻ നമ്മുടെ ഇന്നോ സക്കേവൂസ് വേഗം താഴേക്ക് ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ വസിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയായി ഇന്ന് നമ്മുടെ ഉള്ളിൽ, അല്ലെ, സമാധാനമുള്ള നമ്മുടെ ഉള്ളിൽ അവൻ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സമാധാനം ഉള്ളിടത്താണ്. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം എന്ന് ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. സഭയിൽ ഇന്നായിരിക്കുന്ന യേശു നമ്മുടെ ഉള്ളിൽ കുദാശയിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് നിരപ്പായെങ്കിൽ, ആരോടും വെറുപ്പില്ലാതെ എല്ലാവരോടും സമാധാനത്തിലാണെങ്കിൽ, വിശുദ്ധ കുർബാനയിലൂടെ വരുന്ന ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കും. ഇല്ലെങ്കിൽ നമ്മളിൽ നിന്നും തിരികെ കുദാശ സക്രാരിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നമ്മൾ അറിയണം, നമ്മുടെ ഉള്ളിൽ സമാധാനമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നാം ദേവാലയത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ നമ്മെ വിട്ടുപോയി. തിരിച്ച് സക്രാരിയിലേക്ക് നാം പോയത് ശൂന്യമായ ഹൃദയത്തോടെയാണ് പലപ്പോഴും വീട്ടിലേക്ക് പോകുന്നത്. കാരണം എന്താ? നമ്മൾ അനേകരോട് സമാധാനത്തിലായിട്ടില്ല. ആരുടെ ഉള്ളിൽ സമാധാനമുണ്ടോ അവരുടെ ഉള്ളിൽ വസിക്കാനാണ് അന്ന് ഈശോ മത്തായി 10:12 വചനങ്ങളിൽ പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് അവൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം ഇല്ലെങ്കിൽ അവിടെ വസിക്കാൻ പറ്റില്ല.
പരിശുദ്ധ പരമ ദീപകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.